വലുതാവി വകുപ്പിലെ ബെഡ് നമ്പർ 08 3 2 1 go. ഇത് കയാക്കിംഗ് ആണ്. വളരെ സാഹസികമായ ഒരു കായിക വിനോദമാണ് കയാക്കിംഗ്. പത്താമത് മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന മലയോര ഗ്രാമത്തിലെ പുലിക്കയം ചാലിപ്പുഴയിലാണ് ഇപ്പോൾ ഈ മത്സരം നടക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഈ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചക്കിട്ടപ്പാറയിലെ കുറ്റ്യാടി പുഴയിലായിരുന്നു ഇതിൻ്റെ തുടക്കം. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. കുത്തി ഒഴുകുന്ന പുഴയിലേക്ക് ഈ കയാക്ക് വന്ന് പതിക്കുന്ന ആ ഒരു കാഴ്ച തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആണ് ഇപ്പോൾ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വനിതകൾക്കായിട്ടുള്ള ദർശനം റാമ്പിൽ ആരംഭിക്കുകയാണ്. ഇപ്രാവശ്യം 8 രാജ്യങ്ങളിൽ നിന്നായിട്ട് 13 അന്താരാഷ്ട്ര കയാക്കർമാർ, അതുപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 60 കയാക്കർമാർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന താരങ്ങളെ പറയുന്നത് കയാക്കർ എന്നാണ്. ഈയൊരു മത്സരത്തിനായിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത ചെറു തോണികളാണ് ഉപയോഗിക്കുക. ഈ തോണികൾക്ക് പറയുന്ന പേര് കയാക്ക് എന്നാണ്. തോണി കയാക്ക്, തോണി ഉപയോഗിക്കുന്ന താരം കയാക്കർ. I'm Leah. I'm 26 years old. I'm from Germany. Your name? Leah. Leah. And yeah, it's my first time in India. വിദേശ താരങ്ങളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടുകാർ കാണുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കാനൊക്കെ ഭയങ്കര വെമ്പലാണ്. പങ്കെടുത്തുകൊണ്ട് ഓഫ് റോഡ് ചേസ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ സംഘടിപ്പിച്ചു. അത് വളരെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും വളരെ ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് വിദേശ താരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കേരള ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ത്രിതല പഞ്ചായത്തുകൾ എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ കയാക്കിംഗ് നടത്തിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ നിയമങ്ങൾ ഏകദേശം ഇങ്ങനെയാണ്. ഇവിടെ 2 പോയിന്റ് കാണാം, പച്ചയും ചുവപ്പും. ഈ പച്ച പോയിന്റിൽ വന്ന് കയാക്കർ തുഴഞ്ഞ് വന്നിട്ട് അതിൽ ഒന്ന് ചെറുതായിട്ട് തൊടേണ്ടതുണ്ട്. ഇത് തുഴ കൊണ്ടോ ശരീരം കൊണ്ടോ ഈ കയാക്ക് കൊണ്ടോ ആവാം. അതിനുശേഷം അപ്പുറത്ത് കാണുന്ന ആ ചുവപ്പിൽ പോയിട്ട് അതിൻ്റെ ചുറ്റും കറങ്ങിയിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ദൂരെയായിട്ട് ആ ചുവപ്പ് പോയിന്റിൻ്റെ ചുറ്റും കയാക്കർ തുഴയുന്നുണ്ട്. അപ്പോൾ വിജയിച്ചിരിക്കുന്നു. വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇന്ന് വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. എന്ന് വെച്ചാൽ രാവിലെ മുതലേ നല്ല കനത്ത മഴ പെയ്യുന്നുണ്ട്. എന്നാലും ഇതൊന്നും കണക്കിലെടുക്കാതെ ആൾക്കാർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മുടെ താരങ്ങൾ പരിശീലനം നടത്തുന്നത് കാണാം.
ഇത് കയാക്കിംഗ് ആണ്. ഇതിൻ്റെ മറ്റൊരു രീതിയാണ് കനോയിങ് എന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കയാക്കിൽ ഒരു തുഴയുടെ രണ്ടറ്റം അത് തുഴയാൻ പറ്റും, മറ്റൊന്ന് ഒരു തുഴ മാത്രമേ ഉണ്ടാവൂ, ഒരറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ തുഴയായിട്ട്. കനോയിങ്ങിൽ ബോട്ടിൻ്റെ ഘടന അതുപോലെ അതിലിരിക്കുന്ന രീതി ഇതും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ഇത് ഒരു നാടിൻ്റെ ഉത്സവമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അതിൻ്റെ ആരവങ്ങൾ കാണാം. സന്നദ്ധ സംഘടനകൾ, വ്യത്യസ്ത വായനശാലകൾ, ക്ലബ്ബുകൾ ഇതൊക്കെ സജീവമായിട്ട് ഇതിൽ ഇടപെടുന്നുണ്ട്. ഈ പരിപാടിക്ക് മുന്നോടിയായിട്ട് ഇവിടെ വിളംബര ജാഥകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്ഥലത്തും കൊടിയും തോരണങ്ങളും ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. വലിയ വലിയ ഗേറ്റുകൾ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സമാപന ചടങ്ങ് നാളെ പുല്ലൂരാമ്പാറയിൽ വെച്ച് നടക്കും. കേരളത്തിൻ്റെ പേരും പെരുമയും ഇതുവഴി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്തട്ടെ.